ജിയോ എയർ ഫൈബറിൽ എങ്ങനെയാണ് പാക്കേജ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായി നമ്മൾ മൈ ജിയോ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ഹോം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന പേജിലേക്ക് വരും. ഇതിൽ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീആക്റ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ട് ഡ്യൂ ആവണതിന് ഒരു ദിവസം മുന്നെങ്കിലും വേണം ചെയ്യാം. അപ്പോൾ അതിൽ വ്യൂ പ്ലാൻ എന്നുള്ള ഓപ്ഷനിൽ പോവുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് പ്ലാൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ചേഞ്ച് പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കാണിക്കും. ഫസ്റ്റ് നമുക്ക് ബെസ്റ്റ് ഓഫേഴ്സാണ് കാണിക്കുക. അതിലിപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ബെസ്റ്റ് ഓഫേഴ്സ് 13 MB/s 2 ഓഫറാണ്. 3 month ഓഫർ 2 കാണിക്കുന്നത്. പിന്നെ വരുന്നത് 100 MB/s താഴത്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 100 MB/s ഏതൊക്കെ പാക്കേജ് ഉണ്ടെന്ന് കാണിക്കും. അപ്പം നമുക്ക് ഏതാണോ എത്ര മാസത്തെ ഓഫർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാം. ഏറ്റവും മുകളിൽ ബെസ്റ്റ് ഓഫേഴ്സ് ഉണ്ട്, ആനുവൽ ഉണ്ട്. ആനുവൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 30 MB/s ആണെങ്കിൽ 599 × 12. അത് ടാക്സ് ഇല്ലാത്ത എമൗണ്ടാണ് ഇതിൽ കാണിക്കുക. നമുക്ക് ഫുൾ എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബൈ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് കാണിക്കും. ഇതിൽ ഏറ്റവും താഴ്ത്തായിട്ട് എമൗണ്ട് ഇപ്പോൾ ഇതിപ്പോൾ 1 year ഓഫർ ആകുമ്പോൾ 8481 രൂപ 84 പൈസയാണ്. ആ എമൗണ്ട് നമ്മൾ അടച്ചാലാണ് ആ പ്ലാൻ ചേഞ്ച് ആവുള്ളൂ. പ്ലാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ആ പ്ലാനിൻ്റെ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവാണ്, പഴയ ബാലൻസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത ബില്ലിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇതിന് ശേഷം. അതിപ്പോൾ നമ്മൾ ഒരു മാസത്തെ അടയ്ക്കുകയാണെങ്കിലും ഒരു വർഷത്തെ അടയ്ക്കുകയാണെങ്കിലും ഏതാണോ അത് കഴിഞ്ഞ ശേഷം വരുന്ന അടുത്ത ബില്ലിൽ അപ്പോൾ എത്രയാണോ നമ്മുടെ ബാലൻസ് എമൗണ്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത് കമ്മിയാക്കിയിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് അടുത്ത ബില്ലായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കാരണം അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. അടുത്ത ബില്ലിലാണെന്ന് മാത്രം ഉണ്ടാവും. പിന്നെ നമുക്ക് മന്ത്ലി ആണെങ്കിൽ മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ 30 MB/s ഉണ്ട്, താഴത്ത് 100 ഉണ്ട്. രണ്ടിനും ഈ 2 പ്ലാനാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും. 100 ഡാറ്റ അൺലിമിറ്റഡ് ആണ്, വോയിസ് ഫ്രീ ആണ്, 1000+ TV ചാനലുണ്ട്, OTT ആപ്പുകളുണ്ട്. അത് 899 പ്ലാനാണ്. അടുത്തത് 1199 പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം, യൂട്യൂബ് പ്രീമിയം, ഇത് എക്സ്ട്രാ OTT, ഈ 3 OTT എക്സ്ട്രാ ആയിട്ട് വരും ഈ പാക്കേജിൽ. 1199 പാക്കേജിൽ വരുന്നത്. നമുക്ക് ഏത് പ്ലാനാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ പ്ലാൻ ചൂസ് ചെയ്യുക, ബൈ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ടാക്സ് അടക്കം വരുന്നത് 1060 രൂപ 82 പൈസയാണ്. പ്രൊസീഡ് കൊടുത്തു. ഇനി നമുക്കിതിൽ പേയ്മെൻറ്റ് ഏതാണോ അത് കൊടുക്കുക. UPI ID വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ QR വെച്ചിട്ട് ചെയ്യാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വാലറ്റോ നെറ്റ് ബാങ്കിങ് ഏതാ വെച്ചിട്ട് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഞാൻ QR ആണ് കൊടുക്കുക. ചെയ്തുകൊണ്ടിരിക്കണം, ഒരു മിനിറ്റ്.
സക്സസ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് സക്സസ് ആയി. പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. ഡൺ കൊടുത്തു. ഇപ്പം കിട്ടും. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ പ്ലാൻ ചേഞ്ച് ആവുന്നതായിരിക്കും കേട്ടോ. അത്രയാണ് ചെയ്യാനുള്ളൂ. 15 മിനിറ്റിനുള്ളിലാണ് പ്ലാൻ ചേഞ്ച് ആവുള്ളൂ. കമ്പനി പറയുന്നത് 24 മണിക്കൂറിനുള്ളിലാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവുന്നവരെ വീണ്ടും നമ്മൾ വേറൊരു റിക്വസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.